പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെർലിൻ എന്ന വെബ് സീരീസിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 നെറ്റ്ഫ്ലിക്സ് വഴി റിലീസായ ഹൈസ്റ്റ് ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സ്പാനിഷ് വെബ് സീരീസാണ് ബെർലിൻ. അലക്സ് പീന, എസ്റ്റർ മാർട്ടിനസ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ പെഡ്രോ അലോൺസോ, മിഷേൽ ജെന്നർ, ജൂലിയോ പീന എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 8 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണി ഹൈസ്റ്റ് എന്ന വെബ് സീരീസിലെ ബെർലിൻ എന്ന കഥാപാത്രത്തെ എടുത്തുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഹൈസ്റ്റ് സ്റ്റോറി പറയുന്ന ഒരു പ്രീക്വൽ എന്ന നിലയിലാണ് ബെർലിൻ റിലീസായിരിക്കുന്നത്. ബെർലിൻ എന്ന വ്യക്തിയും 5 പേരും അടങ്ങുന്ന പുതിയ ഒരു സംഘം സ്പെയിനിലുള്ള ഒരു ഓപ്ഷൻ ഹൗസിൽ നിന്നും റോയൽ ഫാമിലീസിൻ്റെ കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കാനായി തയ്യാറെടുക്കുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ സീരീസിൻ്റെ ഇതിവൃത്തം. ബെർലിൻ എന്ന സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് ഡബ്ബിംഗിൽ ഉൾപ്പെടെ റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് ഡബ്ബിംഗ് ഒക്കെ മികച്ചതായി തന്നെ ചെയ്തിട്ടുണ്ട്. 8 എപ്പിസോഡുകളിലായി റിലീസായിരിക്കുന്ന സീരീസിൻ്റെ എപ്പിസോഡുകളുടെ ഏവറേജ് ദൈർഘ്യം വരുന്നത് 50 മിനിറ്റുകളോളമാണ്. സീരീസിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ചതായി തന്നെ പെർഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സീരീസിൻ്റെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക്കുമൊക്കെ മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു. സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മണി ഹൈസ്റ്റിലൊക്കെ കണ്ടതുപോലെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മോഷണമാണ് ഈ സീരീസിൽ പറഞ്ഞു പോകുന്നത്. എന്നാൽ മണി ഹൈസ്റ്റിൽ നൽകിയ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസോ ഇമ്പാക്റ്റോ ഒന്നും ഈ ഒരു സീരീസ് സമ്മാനിക്കുന്നില്ല എന്നതാണ് ഫീൽ ചെയ്തത്. രസകരമായിട്ടുള്ള ഒരുപാട് ത്രില്ലിംഗ് നിമിഷങ്ങളൊക്കെ ഈ സീരീസിലും വന്നു പോകുന്നുണ്ടെങ്കിലും കൂടുതലായും കഥാപാത്രങ്ങളുടെ പ്രണയത്തിനും വ്യത്യസ്തമായ ഇമോഷൻസിനുമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. ആ ഒരു ഇമോഷണൽ സൈഡൊക്കെ അത്യാവശ്യം ഫീലോടെയും കണക്ഷനോടെയും ഒക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സീരീസിനെ ഒരു മുഴുനീള ത്രില്ലർ എന്ന രീതിയിലല്ലാതെ ത്രില്ലർ ഡ്രാമ എന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയായി ഒരു ചെറിയ സ്ലോനെസ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഹൈസ്റ്റിൻ്റെയും ഫസ്റ്റ് സീസണിൻ്റെയും ഒക്കെ എൻഡിങ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയൊക്കെ അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മണി ഹൈസ്റ്റിലൊക്കെ കണ്ടതുപോലെ എൻഡിങ്ങുകൾക്കൊന്നും ആ ഒരു പഞ്ച് ഫീൽ ചെയ്തിട്ടില്ല. അടുത്ത വരാനിരിക്കുന്ന സീസണിലേക്കുള്ള ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ എന്നതുപോലെയാണ് ഈ ഒരു സീസൺ അനുഭവപ്പെട്ടത്. എങ്കിലും ഒരു ഹൈസ്റ്റ് ത്രില്ലർ ഡ്രാമ എന്ന രീതിയിൽ സീരീസിനെ അത്യാവശ്യം എൻഗേജിംഗ് ആയും ഡീസൻ്റായും തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബെർലിനോടൊപ്പം മണി ഹൈസ്റ്റിലെ മറ്റു ചില കഥാപാത്രങ്ങളുമൊക്കെ ഈ സീരീസിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. എന്നിരുന്നാലും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മണി ഹൈസ്റ്റ് കണ്ടിട്ടില്ലാത്തവർക്കും ഈ സീരീസ് കാണാവുന്നതാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു എബോവ് ആവറേജ് വൺ ടൈം വാച്ചബിൾ സീരീസ് ആയിട്ടാണ് ബെർലിൻ അനുഭവപ്പെട്ടത്. സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സീരീസ് ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.